എല്ലാവരും ലേഡീസ് പ്ലാനറ്റിലേക്ക് പോന്നോളൂ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇത് പാലക്കാടിൻ്റെ സ്വന്തം കറിയാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യമായി നമുക്ക് 2-3 സാധനങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ പുഴുങ്ങലരിയാണ്. അത് നല്ല മുരുമുരുക്കനെ വറുത്തെടുക്കണം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കഷ്ടി കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക്. ഇതും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അരിയുടെ കൂടെ തന്നെ ഇട്ട് വറുത്താൽ മതി. ഉലുവ ലാസ്റ്റ് ഡേ ആയിരിക്കും നല്ലത് കേട്ടോ. എപ്പോഴും ഉലുവ ഞാൻ എപ്പോഴും അറിയാതെ പെട്ടെന്ന് ഒപ്പിട്ടാലും ഉലുവ പെട്ടെന്ന് വറവാകും. അപ്പോൾ ഉലുവ നിങ്ങൾ ഇതൊന്ന് വറവാകുമ്പോൾ ഇട്ടാലും മതി കേട്ടോ. വറുത്തത് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്ക വട്ടത്തിൽ നുറുക്കിയതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അധികം പുളിപ്പില്ലാത്ത പുളിയാട്ടോ, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് നമ്മളിപ്പോൾ വെണ്ടയ്ക്ക വറുത്ത പാത്രത്തിലേക്ക് വെണ്ടയ്ക്ക കോരി മാറ്റിയല്ലോ, അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടോളൂ. എന്ന ശേഷം ഇതിലേക്ക് ഒരു 4 പച്ചമുളക് കീറിയത്. ഈ പച്ചമുളക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ. ഞാനൊരു 4 പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ടു. ഇപ്പോൾ ഈ പുളിവെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വെച്ചില്ലേ ആ വെണ്ടയ്ക്ക ഇതിലേക്ക് ഒന്ന് ഇടാം കേട്ടോ. ഇനി ഈ പുളിവെള്ളം നല്ല പോലെ തിളയ്ക്കട്ടെ കേട്ടോ. വെണ്ടയ്ക്കയും ഒക്കെ ഒന്ന് നല്ല പോലെ തിളയ്ക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ആദ്യം വറുത്ത് വെച്ച അത് നന്നായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഇതപ്പെട്ട ശേഷം ഇത് പുളിവെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നല്ല പോലെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പൊടിച്ച് വെച്ച പൊടി അത് കട്ട കുത്താതെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഇതിലത്തെ 3/4 പൊടി ഇട്ടു. പിന്നെ ലാസ്റ്റിൽ എനിക്ക് തോന്നി ശരി ഇത് ഫുള്ള് ഇടാൻ, ഇനി കുറച്ച് എടുത്ത് വെക്കേണ്ട തോന്നിയതുകൊണ്ട് ഫുള്ളിട്ടു. പക്ഷേ വളരെ നല്ല സ്വാദായിരുന്നു കേട്ടോ കറിക്ക്. അപ്പോൾ ഇപ്പം തന്നെ ഒന്നുകൂടി നന്നായി തിളയ്ക്കട്ടെ. ഇപ്പം ഈ പൊടികളൊക്കെ ഇട്ട് കാരണം ഈ കറി നല്ല പോലെ നമ്മളിതിൽ തേങ്ങയില്ല, പരിപ്പില്ല, ഒന്നുമില്ലാത്ത കറിയാണല്ലേ. വെറും വെണ്ടയ്ക്കയും പുളിവെള്ളവും ഈ പൊടിയും മാത്രമേ ഉള്ളൂ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നല്ല കൊഴുപ്പ്, നല്ല ടേസ്റ്റാണ് ഇതിന്. ചോറ് കഴിക്കാൻ ഇതിൻ്റെ കൂടെ വല്ല പപ്പടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധാരാളമാണ്. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ല പോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലത്തെ പുളിപ്പും ഉപ്പും എരിവ് എന്ന് പറഞ്ഞാൽ എരിവിന് നമ്മൾ പച്ചമുളക് മാത്രമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടിയോ ഒന്നുമില്ല ഇതിൽ. അത്രയ്ക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ശർക്കര ഇട്ടു. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാം. അപ്പോൾ വറുത്തിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ടു. പിന്നെ 2 വറ്റൽ മുളകിനെ 4 ആക്കിയത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ടു. ഇത്ര മതി ആക്ച്വലി നമുക്ക് ഈ കറിക്ക്. പക്ഷേ ഞാനിതിൽ ചെറിയ ഉള്ളി കുറച്ച് ഏകദേശം ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ട് നുന്നനെ നുറുക്കിയിട്ട് കേട്ടോ ഇതിലേക്ക് വറുത്തിടുന്നുണ്ട്. ഉള്ളി ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് 15 എടുത്ത്. ഇത്തിരി ചെറിയ ഉള്ളിൽ വലുതുണ്ടാവുമല്ലോ, അതാവുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 8 മതി. അപ്പോൾ ഞാനിതിലേക്ക് ഉള്ളി കൂടി വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാണ്. ഉള്ളി വറുത്തിടുന്നത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.